ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ എന്തായിരുന്നു ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഫിഗർ കഴിഞ്ഞോ? ഓക്കെ, എന്നാൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. റൈറ്റ്.
ഇപ്പൊ പറയുന്നത് കേൾക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ. Rectangular concrete slab supports loads at its four corners as shown in the figure. Okay. Determine the resultant of these forces and the point of application of the resultant. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു ടൈപ്പ് ഓഫ് നോൺ കൺകറന്റ് ഫോഴ്സസ്, നോൺ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആണ്. ഓക്കെ. അപ്പോ എന്തായിരുന്നു നോൺ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്? ടൈഫൽ തോമസ്. ടൈഫൽ തോമസ്. ഹലോ സാർ. എന്തായിരുന്നു നോൺ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്? അതായത് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻസ് എന്താണ്? ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ല അല്ലേ? ചെയ്തോ. Here you can see four forces: 100 Newton, 125 Newton, 250 Newton, 150 Newton. These forces are acting in this particular direction, that is vertically downwards or in the negative y direction. അല്ലേ? നെഗറ്റീവ് y ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ they never meet at any common point. അതിങ്ങനെ പാരലൽ ആയിട്ട് ആക്ട് ചെയ്ത് പോവാണ്. അപ്പൊ അത് ഒരു പോയിന്റ്, കോമൺ പോയിന്റിൽ ആക്ട് ചെയ്യുന്നില്ല, മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം ഓഫ് ഫോഴ്സസിന്റെ ഇക്വിലിബ്രിയം അതേപോലെ റിസൾട്ടന്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തൊക്കെ ഇക്വേഷൻസ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്? മെയിൻലി സിഗ്മ എഫ് എക്സ്. ഇൻ കേസ് ഓഫ് റിസൾട്ടന്റിന്റെ പ്രോബ്ലംസിൽ നമ്മൾ സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ, ദെൻ വി ഹാവ് ഫൗണ്ട് ദ വാല്യൂ ഫോർ ആർ, ആൽഫ എക്സെട്ര. ആൻഡ് ഫോർ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ എന്തായിരുന്നു? ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ സാധാരണഗതിയിൽ സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ, then equating it to 0 അല്ലെ? അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് ഒക്കെ കിട്ടുന്നത് ഏതാണ്? ഫോർ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസിന്റെ കേസിൽ ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇനി ഇൻ കേസ് ഓഫ് നോൺ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്, നോൺ കൺകറന്റ് സിസ്റ്റം ആയിരുന്നപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? അഡീഷണലി മൊമെന്റും കൂടെ കൺസിഡർ ചെയ്തു അല്ലെ? ദാറ്റ് ഈസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്നല്ല, സിഗ്മ എഫ് എക്സ് റിസൾട്ടന്റിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ the problem you have to find the resultant, then we have found the value for sigma fx, sigma fy, then in addition we have found sigma m about some point, then using the relation sigma m equal to r into x we have found the value x അല്ലേ? ഇതായിരുന്നു നമ്മൾ ചെയ്തിരുന്ന ഒരു കോമൺ സ്റ്റെപ്പ്. ഇനി ഇൻ കേസ് ഓഫ് ഇക്വിലിബ്രിയം വി ഹാവ് ഇക്വേറ്റഡ് ടു the values sigma fx to 0, fy to 0, sigma m equal to 0. Then using the relations you have solved for the unknown values. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്തത്. ഇനി സിമിലർ ഫാഷനിൽ നമ്മൾ ഇവിടെയും ചെയ്യും യൂസിങ് വെക്ടോറിയൽ നൊട്ടേഷൻ. ദാറ്റ് we will see. എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഹിയർ ദ ഫോഴ്സസ് ആർ നോൺ കൺകറന്റ് ആണ്. അതായത് they are not having a common meeting point or intersecting point. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ we have to find the coordinates of the points. എവിടൊക്കെയാണ് പോയിന്റ്? O, A, B, C. This is the x-axis, this is y-axis, and this is the z-axis or z-axis. And using the coordinates we have found these are the coordinates അല്ലേ? കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വൽ പ്രാക്ടീസ് എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ദ ഫോഴ്സ് വെക്ടേഴ്സ്. ഇതിന്റെയൊക്കെ ഫോഴ്സ് വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ഫോഴ്സ് വെക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? യൂണിറ്റ് വെക്ടേഴ്സ് വേണം അല്ലെ? യൂണിറ്റ് വെക്ടർ അലോങ് ഫോർ ദിസ് ഫോഴ്സ് ഈസ് എന്താണ്? ഇതെല്ലാം ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ദ നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ എല്ലാത്തിന്റെയും യൂണിറ്റ് വെക്ടർ നമുക്കറിയാം എന്തായിരിക്കും? മൈനസ് ജെ അല്ലെ? അതായത് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ഇറ്റ് ഈസ് ഐ, വൈ ആക്സിസിൽ ജെ, സെഡ് ആക്സിസിൽ കെ. ഇനി നെഗറ്റീവ് എക്സ് ആക്സിസ് ആണെങ്കിൽ എന്തായിരിക്കും? മൈനസ് ഐ,
നെഗറ്റീവ് y ആക്സിസ് ആണെങ്കിൽ മൈനസ് ജെ, നെഗറ്റീവ് z ആക്സിസ് ആണെങ്കിൽ മൈനസ് കെ. സോ ഹിയർ ഇൻ ദിസ് പ്രോബ്ലം the every forces is having the negative y direction അല്ലെ, നെഗറ്റീവ് y ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. therefore ഇതിന്റെ എല്ലാത്തിന്റെയും യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? മൈനസ് ജെ ആയിരിക്കും. സോ ഇതിന്റെയൊക്കെ ഫോഴ്സ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് എഴുതാം, സ്റ്റെപ്പ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം. എന്താണ് ഫോഴ്സ് വെക്ടേഴ്സ് ആർ എന്തായിരിക്കും? ഫോഴ്സ് വെക്ടേഴ്സ് ആർ ഇപ്പം ഓ ആക്ടിങ് അറ്റ് ഓ, ദാറ്റ് ഈസ് vector FO equal to എന്തായിരിക്കും? Vector FO will be equal to the magnitude into unit vector. This magnitude FO into unit vector in the direction O. That is FO is 125. So 125 into minus J, that is minus 125J. Similarly, FA will be equal to minus 250J. FB will be equal to minus 150J, and FC, vector FC will be equal to minus 100J. Right? So നമുക്ക് ഈ വെക്ടർ എഫുകളെല്ലാം കിട്ടി അല്ലേ? Now the resultant, the question എന്ന് പറയുന്നത് determine the resultant of these forces and the point of application of the resultant. So first of all you have to find the resultant, then the point of application of the resultant, also the point of application എവിടെയാണ് ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കണം അല്ലേ? അതായത് നമുക്ക് യൂഷ്വൽ പ്രാക്ടീസിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കില്ലേ, അതേപോലെ ഇതിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു? ഇതായിരുന്നു കോർഡിനേറ്റ്സ്. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ്? വെക്ടർ എഫ് ഒ, വെക്ടർ എഫ് ഒ എത്രയായിരുന്നു പറഞ്ഞേ? വെക്ടർ എഫ് ഒ ഇസ് minus 125J, minus 125J. Vector F A, vector F A is minus 250J, and FB minus 150, minus 150J. Next vector FC is minus 100J. Okay, so these were the force vectors. Now using these force vectors we can find the resultant vector. Resultant vector, vector R will be equal to sum of these, that is vector FO plus FA plus FB plus FC. Okay, and you will get minus 625J. So these are the vectors. Now in order to find the moment, sum of the moment, you have to find individually each moment. That is, you are taking the moment about, let's just say we can take the moment about the coordinate origin, that is O. So you have to find the position vector of each point. In order to find the moment, what is the relation? Moment vector equal to position vector of point of application. Point of application, that will be B. Okay, point of application with respect to moment center, right, cross that particular force. ഈ രീതിയിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അല്ലേ? ഇതെന്തായിരുന്നു? പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, and this one was the moment center.
Okay. So in each case, you have to find this type of position vector. So the forces are acting at O, A, B, and C. So we have to find the position vector of O with respect to O, then position vector of A with respect to O, position vector of B with respect to O, and position vector of C with respect to O. So position vector of O with respect to O, that will be this one. That is O minus O, that is 0 itself. So it is 0. That is 0i plus 0j plus 0k itself. Then position vector of A with respect to O, B with respect to O, and C with respect to O. Position vector of A with respect to O, position vector of B with respect to O, and position vector of C with respect to O. These are 4 minus 0, that is 4i plus 0j plus 0k. Now ROB is 4i plus 0j plus 5k. Now ROC is 0i plus 0j plus 5k. Okay, so these are the position vectors. Now after finding the position vectors, you can simply find the moment of each forces about the point O. So each one we will see. That is first one. First of all, we can see the moment of vector F0. That is, first of all, moment of this force. It is acting through O itself. So we'll see that the moment will be 0. That is, moment of the force FO about O will be equal to R O cross FO. That is, RO is 0. So it will be 0. Next, moment of the force, that is this one. That is, this is FO. This is FA. So FA about the point O. FA about the point O will be equal to R OA cross FA. That is, ROA is 4i cross FA. FA is minus 250j minus 250j. So it is equal to minus 1000 into I cross j, and I cross j is k. So minus 1000k. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയില്ലേ? I cross j, that is അത് നോർത്ത് വെക്കുക. I j k പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. I cross j is k and j cross k is I and k cross I is j. ഈ ഒരു ഫോർമാറ്റിലാണ് പോകുന്നത്. അതൊക്കെ നമ്മളിങ്ങനെ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? I cross j is k, j cross k is I and k cross I is
ജെ. ഇതിന്റെ റിവേഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് വരും അല്ലെ. അതായത് ഐ ക്രോസ് ജെക്ക് പകരം ജെ ക്രോസ് ഐ ആണെങ്കിൽ മൈനസ് കെ ക്രോസ് ജെ ആണെങ്കിൽ മൈനസ് ഐ, അതേപോലെ ഐ ക്രോസ് കെ ആണെങ്കിൽ മൈനസ് ജെ. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ. Similarly, moment of the next force about O, that is moment of FB about the point O. Moment of FB about O is equal to vector ROB cross vector FB, that is equal to ROB is 4i 0 ന്റെ ഈ ടേം ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 4i plus 5k cross FB. FB എത്രയാണ്? FB is minus 150j minus 150j. ഇതിപ്പോ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യണമെന്നില്ല. ഇല്ലെങ്കിൽ എന്താണ് സിമ്പിൾ ആയിട്ട് എന്താണ് മെട്രിക്സ് മെത്തേഡിലും ചെയ്യാം. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മെട്രിക്സ് മെത്തേഡ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് I J K. ഇതാണ് 4 0 5 and this one is 0 minus 150 0. ഇങ്ങനെ എഴുതാം. ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോ നമുക്ക് സാധാരണഗതിയിൽ എന്തായിരിക്കും വരിക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്താണ് 4 into 150 I cross J minus 5 into 150 K cross J. ആ രീതിയിൽ എഴുതാം. That depends on you. And the final answer you have to get is 750i minus 600k. Okay. Now next one, the next force is C, that is the moment of the force C about O. That is moment of force FC about the point O. That is the position vector of the point B with respect to O, that is R OB cross vector FC, which is equal to 4i plus 0j plus 5k. Sorry, not OB അല്ല, OC ആയിരുന്നു. This OC, that is ROC is 5k. It is 5k cross FC. FC is minus 100j. It is minus 100j, which is equal to 5 into minus 100, that is minus 500 into k cross j. And k cross j is j cross k is I, so k cross j is minus I, so minus and minus will become positive, so it will be plus 500 I. Now you have individually found out the moments of each forces, the four forces, that is moment of FO about O,
that is 0. Moment of Fa about O, that is minus 1000 K. Now moment of FB about O, that is 750I minus 600 K. And at last, moment of FC about, yes, FC about the point O, that is 500I. Now you have to find the sum, that is sigma MO, total moment, that is sigma MO will be equal to sum of these values, that is 0 plus minus 1000 K plus 750I minus 600 K, then 500 plus 500I. So from there, you'll get 1250I minus I minus 1600K. This is the sum of moment. Now, let us say the resultant will be acting at some point D. That is, let us assume that the resultant force that will be acting through some point like this. This is D. This is the resultant. So let the resultant be acting at the point D. So the coordinates, we can say this particular distance from the y-axis, it is x. This is xd, and towards the this z distance as zd. So we can say the coordinates of the point D as x distance is xd, y distance is 0, and x distance is xd. So let us take the coordinates of the point of the application of this resultant be xd0zd. So we can write this like that. Let the resultant acts along point D of coordinates xd0 zd. ഇങ്ങനെ കൊടുത്തത് അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Then the moment of the force for the resultant, moment of the resultant about the point O will be equal to എന്തായിരിക്കും? അതായത് ഇവിടെ റിസൾട്ടന്റ് ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു O സെയിം പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം എന്താണ്? പൊസിഷൻ വെക്ടർ ഓഫ് D വിത്ത് റെസ്പെക്ട് ടു O ക്രോസ് വെക്ടർ R അല്ലേ? Position vector of D with respect to O cross vector R
അങ്ങനാണെങ്കിൽ എന്തായിരിക്കും പൊസിഷൻ വെക്ടർ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു ഒ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി വിത്ത് റെസ്പെക്ട് ടു ഒ, അതായത് ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഈസ് എക്സ് ഡി 0 z d. അങ്ങനെയാണെങ്കിൽ ആർ ഒ ഡി will be equal to എന്തായിരിക്കും? ഡി മൈനസ് 0 അല്ലേ? അതായത് എക്സ് ഡി ഐ പ്ലസ് 0j പ്ലസ് z d k ആയിരിക്കും അല്ലേ? സോ this is equal to xdi plus 0j plus zdk cross വെക്ടർ ആർ എന്തായിരുന്നു? മൈനസ് 625j. minus 625j. Okay, this is equal to bracket open ചെയ്യുക. അപ്പൊ എന്തായിരിക്കും വരിക? xd into minus 625 I cross j plus എന്താണ് zd into minus 625 into k cross j. That is ഇങ്ങനെ എഴുതുക xd into 625, that is minus 625 xd into I cross j plus minus 625 into zd into k cross j. Now I cross j is k, so minus 625 xd into xd ആണ് p അല്ല, xd into k. Now minus 625 xd sorry zd into k cross j is j cross k എന്ന് പറഞ്ഞാൽ എന്താണ്? I ആണ്. So k cross j എന്ന് പറയുമ്പോൾ minus I, therefore minus minus plus ആവുന്നു. So plus 625 zd into I. Okay. Or we can rearrange it as ഒരു ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ ആയിരിക്കും? 625 zd into I plus not plus minus 625 xd into k. So this is the sum of moment, or sorry, the moment about the resultant. Now according to the Varignon's theorem, this will be same as that of sigma mo, that is this one. So now we can equate these two, that is you can see these two relations, that will be 1 and 2. So according to Varignon's theorem, we can equate 1 and 2 using the Varignon's theorem. And you will find 1250, that is
we can write the equation, that is ROD cross vector R will be equal to sigma MO. So that implies 625 ZDI minus 625 XD into vector K, which is equal to 1250I minus 1600K. Okay. Now clearly from this equation you can equate, that is equate the I terms and equate the K terms, and you will find that is this particular value will be equal to 1250 and minus 625 XD will be equal to minus 1600. So you can equate with this and find the values of XD and ZD. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു വട്ടം കൂടെ പറയാം. ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തെന്തായിരുന്നു? Okay, you are asked to find the resultant. Okay, resultant of the non-concurrent system of forces like this. So first of all, you have to consider the coordinates. You have found the coordinates, and using these coordinates, you have found the force vectors at the at each point, that is FO, FA, FB, FC, etc. And using these force vectors, you have found the resultant vector, that was minus 625J. And after that, since this is a problem of non-concurrent system of forces, we have to additionally consider the case of moment also. So moment, you have to find the moment of each component, each force about the any common point. Let us say we have taken the point as the origin. So we have found the position vector of each point of application of O with respect to O, then A with respect to O, B with respect to O, and C with respect to O, and taking the cross product of these position vector with the particular forces, corresponding forces will give the moment of each forces. Then we have so individually we have found the moment of each forces like this, and then we have added up to get the sum of the moment, and it was like this. Then using the Varignon's theorem, we have equated it with the moment of the resultant, and we have assumed that let the resultant be acting through some point capital D, whose coordinates are XD, YD, and ZD, where YD is 0, that is it is acting in the XD plane, sorry, XZ plane. So since it is the point of application in the XZ plane, y direction is 0. That's why we have taken like that. And using that, by equating the both the equations, we have got the values for XD and ZD. അതൊന്ന് ചെയ്ത് നോക്കിയേ. The forces ഇതുവരെയുള്ളത് ചെയ്ത് നോക്കാം. And find the value for XD and ZD.
So what is the value of x, z, sorry, xd and zd? Okay, right answer. That is you have to get the value of xd as 2.56 and zd as 2 meter. Okay, ഈ values ആണ് കിട്ടേണ്ടത്. അതെല്ലാവരും ചെയ്തു നോക്കാം. Okay, so we will move to the next question. A rectangular block is subjected to 3 forces as shown in the figure. Reduce them to an equivalent force coupled system acting at A. Figure ഒന്ന് വരയ്ക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കുറച്ച് പാർട്ട് നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ ഇൻഡിവിജ്വലി കുറച്ച് പേരെ വിളിക്കും. അപ്പോൾ അവരതിൻ്റെ ഫോഴ്സ് വെക്ടർ ഒക്കെ ഒന്ന് പറയണം. ഓക്കെ, first of all you have to find the coordinates of the points A, B, C, D and also P, Q, R and S. ആ 8 കോർഡിനേറ്റ്സ് ആദ്യം കണ്ടുപിടിക്കുക. Then force acting, F1 ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? The positive x direction. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I. ഇനി F2 ആക്ട് ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് y direction. Therefore the unit vector is minus j. ഇനി F3 ആക്ട് ചെയ്യുന്നത് അങ്ങനൊന്നുമല്ല. ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രം പോയിന്റ് P to R ആണ്. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് R മൈനസ് കോർഡിനേറ്റ്സ് ഓഫ് P വിൽ ഗിവ് ദ യൂണിറ്റ് വെക്ടർ. അങ്ങനെ ആയിരിക്കും അതിന്റെ യൂണിറ്റ് വെക്ടർ കിട്ടുക. അത് ഉപയോഗിച്ചായിരിക്കണം വെക്ടർ എഫ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, പറയാം.
Okay, finish drawing the figure. Okay, listen. A rectangular block is subjected to three forces as shown in the figure. So here you are given a rectangular block, that is A, B, C, D, P, Q, R, S. This is a rectangular block, three-dimensional object, where three forces are acting. F1, which is 5 kilonewton, is acting in this particular direction. F2, which is 7.5 kilonewton, acting in this particular direction, that is negative y direction. And Fc is acting from P to R in this particular direction, which is 10 kilonewton. Now you are asked to find the equivalent force, that is the resultant. Reduce them to an equivalent force coupled system acting at A. That means you have to find the resultant and also the coupled system, force coupled system at A. That is, with respect to A, you have to find the resultant. When the resultant is transferred to point A, what will be the additional moment or the couple acting? There is nothing. You have to just find the vector R and also moment about the point A. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആകെ രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ്, ദെൻ ദ മൊമെന്റ് ഓഫ് ഓൾ ഫോഴ്സസ് അബൌട്ട് ദ പോയിന്റ് എ. അതും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ in order to find these particulars, we have to find first of all the coordinates. You have to consider the coordinates. Now here you can see this is the x-axis, this is y-axis, and this is the z-axis. So with respect to this, that is point A is the origin 0, 0, 0. Now coordinates of B, this distance is given 3 meter, and this is 1 meter, and this is 2 meter. So the coordinates of B is 3, 0, 0. Coordinates of C is 3, 0, 2. Coordinates of D 0, 0, 2. Coordinates of P is coordinates of P and there 0, 1, 0, and coordinates of Q 3, 1, 0, and coordinates of R is 3, 2, 3, 1, 2, and finally coordinates of S is 0, 1, 2. So you can see here, these were the coordinates of the point. Then using these coordinates, you can find the unit vectors in the direction, all directions. That is, first force is acting along
PQ direction. So the unit vector along PQ. What is the unit vector along PQ? PQ is nothing but the x-axis, right? Or you can directly write from the coordinates. Then second is along, that is SD, and the third is along PR. So you can see here unit vector along or in the direction PQ, that is NPQ, which will be equal to Q minus P, that is 3I minus 0 minus 0, that is minus 3I. Then next is PR, that is this is 3R, PR. So PR is 3 minus 0, 1 minus 1, 2 minus 0, that is 3I, that is vector N PR, PR equal to 3I minus 0J minus 2, plus 2K. Now unit vector in the SD, that is SD, that is SD is D 0 J, that is equal to J. This is the Gaussian vector. Now using this you can find the force vectors. Just try to do that. Force vectors, that is vector FPQ, vector F PR, vector F SD, and using that find the resultant vector. Resultant vector R equal to F PQ plus F PR plus F SD. just add in. Then you will get the resultant vector. അവിടെ വരെ ഒന്ന് ചെയ്തു നോക്കിയേ. ഇതിനകത്ത് ശ്രദ്ധിക്കണേ, ഒരു കാര്യം പറയുന്നില്ല. ഇവിടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ യൂണിറ്റ് വെക്ടറിന്റെ റിലേഷൻ എങ്ങനെയായിരുന്നു? ബൈ ഒരു റൂട്ടും കൂടെ ഉണ്ട്, അത് മറന്നു കളയരുത്. അതായത് ഇവിടൊക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു? കോർഡിനേറ്റ്സ് മൈനസ് ചെയ്ത് മാത്രമല്ല ബൈ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ ബൈ 3 കൂടെ വരുന്നുണ്ട്. I ഇവിടെ എന്താണ്? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വരുന്നുണ്ടാവും. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത് തന്നെയാണ് വരുന്നത്. എന്താണ്? ബൈ 1 തന്നെയാണ് വരുന്നത്. ജെ അപ്പൊ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക വെക്ടർ എഫ്
So vector FPQ is 5I and PRS 8.32. ഇതൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. And ST it is minus 0.75 J ഇത്രയും കിട്ടേണ്ടത്. And the resultant vector R you have to get as 13.5. ഹലോ സാർ. പറഞ്ഞോ. യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ SD ഇല്ലേ, അത് -J ആണോ? ഏതാ? SD അല്ലേ? -J ആയിരിക്കും. അത് എഴുതിയപ്പം മാറിപ്പോയതാ. ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, അത് നെഗറ്റീവ് y ഡയറക്ഷൻ അല്ലേ. മാത്രമല്ല ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, SD എന്ന് പറയുമ്പോൾ എന്താണ്? D - S 0 - 0 0 - 1. അപ്പൊ 0 - 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? -1 -1 J divided by root of -1 square, അതായത് -J. ഇവിടെ കിട്ടേണ്ടത് 13.32I minus 7.5 J plus 5.54 K. ഇത് കിട്ടുന്നുണ്ടോ എന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കുക. Okay, so the resultant vector is this one. Now we have to find the moment, sum of moment of each force. 3 moment ഉണ്ട് അല്ലെ, 3 ഫോഴ്സസ് ഉണ്ട്. അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് F1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് F1 about the point A. നമുക്ക് A എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ട് ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ക്വസ്റ്റ്യൻ തരുന്നുണ്ട് ആക്ടിങ് അറ്റ് A. സോ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് F1 about A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും? പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആക്ട് ചെയ്യുന്ന ഏത് പോയിന്റിലാണ്? പോയിന്റ് P അല്ലെ, പോയിന്റ് P. ഇവിടെ ഇപ്പൊ നമുക്ക് ഫിഗറിൽ Q എന്ന് പറഞ്ഞത് തന്നാലും
നമുക്ക് നോക്കിയാൽ അറിയാം അല്ലേ? നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് പോയിന്റ് എ അല്ലേ? എക്ക് അടുത്തുള്ള ഒരു പോയിന്റ് പി ആണ്. ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നതാണ് പി കൂടെയും ക്യൂ കൂടെയും പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് പിയോ അല്ലെങ്കിൽ ക്യൂ ഏത് വേണേലും എടുക്കാം. ക്യൂ എടുത്താലും തെറ്റില്ല, പി എടുത്താലും തെറ്റില്ല. നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ പോയിന്റ് പി എടുക്കുന്നു. പി വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് എ cross the force, that is FPQ എന്ന് പറയുന്നത് എന്തായിരിക്കും? RAP ക്രോസ് FPQ എന്ന് പറയുന്നത് എന്തായിരിക്കും? RAP എന്ന് പറയുന്നത് എന്തായിരിക്കും? A minus P അതിന്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ്, moment of the force, that is PR, FPR with respect to the point A will be equal to എന്തായിരിക്കും? പൊസിഷൻ വെക്ടർ in this direction. എന്താണ് പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ? ഇതിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെയാണ്? പോയിന്റ് പിയിലാണ് ആയിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ is P and the moment is taken with respect to A. So here also vector RAP cross എന്താണ് FPR. ഈ വാല്യൂ ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്, മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് എന്താണ്? ഇത് അല്ലേ? ഈ ഫോഴ്സ് SD with respect to the point A. അപ്പോൾ നമുക്ക് we can either choose the point S or D. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് S ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ D ആയിട്ട് എടുക്കാം. ഏത് എടുത്താലും തെറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് S എടുത്തെന്ന് കരുതുക. അങ്ങനാണെങ്കിൽ RS with respect to D അല്ലെങ്കിൽ with respect to A അല്ലെങ്കിൽ RD with respect to S, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കിപ്പം എന്താണ് നമ്മളിപ്പോൾ D ചൂസ് ചെയ്തു, കാരണം വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 0 ആയിട്ട് എടുക്കാമല്ലോ. നമുക്ക് കോർഡിനേറ്റ്സ് കുറച്ചും കൂടെ സിമ്പിൾ ആവാൻ വേണ്ടി S എടുത്താലും തെറ്റില്ല. അപ്പോൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, സിൻസ് ദ ഫോഴ്സ് ഇസ് ആക്ടിങ് ത്രൂ S ആൻഡ് D, ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിനെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആയിട്ട് എടുക്കാം. S നെ എടുക്കാം അല്ലെങ്കിൽ D നെ എടുക്കാം. Here we have chosen the point D as the point of application and the moment center as A. Moment center A തന്നെയാണ്. Cross the force, that is FSD. ഇത് മൂന്നെണ്ണം ഉണ്ട്. ഇതിന്റെ മൂന്നിന്റെ കൂടെ സം ആയിരിക്കും എന്താണ്? സിഗ്മ എം about the point A. ഓക്കെ, അപ്പൊ സിഗ്മ എം about the point A നമ്മളൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഇൻഡിവിജ്വലി ഓരോ വാല്യൂസും കണ്ടുപിടിക്കുക. തന്നെ ചെയ്ത് നോക്കിയേ. ജസ്റ്റ് ചെയ്തിടാം.
position vector RAP. ഈ പൊസിഷൻ വെക്ടറും യൂണിറ്റ് വെക്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്, തെറ്റിപ്പോരുത്. യൂണിറ്റ് വെക്ടർ ആകുമ്പം നമ്മൾ എന്താണ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡും കൂടെ ചെയ്യണം. ഇവിടെ അത് ചെയ്യണ്ട.
ചെയ്യുന്നുണ്ടോ എല്ലാവരും? Now ഇതെല്ലാം കിട്ടി. Then some, that is sigma m of the all forces about, not O, that is A, will be the sum of these, and you have to get the value as 20.549. Okay, this much kilonewton meter. കിട്ടിയോ? Okay. So now I will take the attendance.